ദൈവനാമത്തിന് മഹത്വമുണ്ടായി മാറാകട്ടെ. ದೇವರ ಅತಿ ಪರಿಶುದ್ಧ ನಾಮಕ್ಕೆ ಮಹಿಮೆಯುಂಟಾಗಲಿ. ഈ ഒരു ദിനം കൂടെ ഒരിക്കൽ കൂടെ ദൈവദാസനോടും ദൈവമക്കളോടും ഒരിക്കൽ കൂടെ കടന്നു വരുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും അടിയനെ ദൈവം ബലപ്പെടുത്തി സഹായിച്ചു. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ಮತ್ತೊಂದು ಭಾನುವಾರ ದೇವ ಸೇವಕರ ಕುಟುಂಬ ಹಾಗೂ ಸಭೆಯೊಟ್ಟಿಗೆ ಭಾನುವಾರದ ಸಮಯದಲ್ಲಿ ಆಗಲಿಕ್ಕೆ ದೇವರು ಕೊಟ್ಟಂತಹ ಅವಕಾಶಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾ ಇದ್ದೇನೆ. അടിയൻ ഇവിടെ കടന്നു വരുന്ന ഓരോ ദിനങ്ങളും ഓരോ പുതിയ അനുഭവങ്ങൾ നൽകി ദൈവം അടിയനെ തിരിച്ച് മടക്കി അയക്കാറുണ്ട്. ಯಾವಾಗ ಬಂದರೂ ಕೂಡ ಹೊಸ ಒಂದು ಅನುಭವವನ್ನ ದೇವರು ನನಗೆ ಕೊಟ್ಟು ಕಳಿಸ್ತಾ ಇದ್ದಾರೆ. ഈ ദൈവസഭ അടിയനും അടിയൻ്റെ കുടുംബത്തിനും വളരെയേറെ അനുഗ്രഹമാണ്. അടിയൻ്റെ പേഴ്സണൽ ലൈഫിലും ദൈവം അധികമായി ഈ സഭയിലൂടെ അടിയനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ನನ್ನ ಕುಟುಂಬದಲ್ಲಿ ನಮ್ಮ ವೈಯಕ್ತಿಕ ಜೀವನದಲ್ಲಿ ಈ ಸಭೆಯು ನನಗೆ ಬಹಳವಾಗಿ ನನಗೆ ಆಧಾರ ಕೊಡುವಂತಹ ಸಭೆಯಾಗಿದೆ. ആമേ തന്നെ. ഈ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്ററിനും അതുപോലെ ഞങ്ങളുടെ കൂടെ ഞങ്ങളോട് പഠിക്കുന്ന ഇവിടുത്തെ എല്ലാവരുടെയും പ്രിയ മകനായിരിക്കുന്ന ജെഫിം ബ്രദറിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ಸಭೆಯಲ್ಲಿ ಇರುವಂತಹ ಸಭಾ ಪಾಲಕರು ಕುಟುಂಬ ಹಾಗೂ ಈ ಸಭೆಯ ಪ್ರಿಯ ಮಗನಾಗಿರುವಂತಹ ಜೆಫಿನು ಹಾಗೂ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿರುವಂತಹ ವಂದನೆಯನ್ನು ತಿಳಿಸಲಿಕ್ಕೆ ಬಯಸುತ್ತೇನೆ. അതുപോലെ അടിയൻ്റെ കൂടെ പഠിക്കുന്ന അടിയൻ്റെ രണ്ട് സഹോദരങ്ങൾ അവരുടെ ടെസ്റ്റിമണി കേൾക്കാനും വചനം കേൾപ്പാനും ദൈവം ഇടയാക്കി അവരുടെ വചനത്തോടും അവരുടെ ടെസ്റ്റിമണിയിലൂടെയും ദൈവം നമ്മളോട് ഇടപെട്ടു എന്ന് അടിയൻ വിശ്വസിക്കുന്നു. ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಬಂದಂತಹ ಜೋಯಲ್ ಹಾಗೂ ಜೋಶುವ ಅವರ ಮುಖಾಂತರವಾಗಿ ಸಾಕ್ಷ್ಯವನ್ನ ವಚನವನ್ನ ಕೇಳಲಿಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡಿದ್ರು, ನಿಮ್ಮೊಟ್ಟಿಗೆ ದೇವರ ಆತ್ಮನ ಮಾತನಾಡಿದ್ರು ಎಂಬುದಾಗಿ ನಂಬುತ್ತೇನೆ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മൾ എവിടെ എങ്ങനെയൊക്കെ ആയിരുന്നാലും ആ ഉദ്ദേശത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. ದೇವರಿಗೆ ನಮ್ಮ ಮೇಲೆ ಒಂದು ಉದ್ದೇಶವಿರುವುದಾದರೆ ದೇವರು ನಮ್ಮನ್ನ ಇರಬೇಕಾದಂತಹ ಸ್ಥಾನದಲ್ಲಿ ನಮ್ಮನ್ನ ನಡೆಸುತ್ತಾರೆ. ചിലർക്ക് ആ ഉദ്ദേശം പെട്ടെന്ന് മനസ്സിലാവും, ചിലപ്പോൾ ചിലർക്ക് ആ ഉദ്ദേശം പതുക്കെ മനസ്സിലാവും. ഒരു പോയിന്റിൽ ദൈവം ചിലരെ ആ ഉദ്ദേശം മനസ്സിലാക്കിപ്പിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവനായി ദൈവം അവിടെ കൊണ്ടുവന്നിരിക്കും. ನಮ್ಮ ಜೀವನದಲ್ಲಿರುವಂತಹ ದೇವರ ಉದ್ದೇಶವೇನು ಎಂಬುದಾಗಿ ನಮಗೆ ಗೊತ್ತಾಗದೇ ಇರಬಹುದು, ಆದರೆ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಒಂದು ಸಂದರ್ಭ ಬರುತ್ತದೆ, ದೇವರ ಒಂದು ಪರ್ಪಸ್ ನಾವು ತಿಳಿದುಕೊಳ್ಳುವಂತಹ ಒಂದು ಸಮಯ ಬರುತ್ತದೆ. വചനത്തിന് തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം. ಪುಸ್ತಕದಲ್ಲಿಯೇ ಸತ್ಯವೇದದಲ್ಲಿಯೇ ನಮಗೆ ಇರುವಂತಹ ಒಂದು ಆಧಾರವಾಗಿದೆ ಒಂದು ವಾಕ್ಯ. നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഏറ്റവും അധികമായിട്ട് ജ്ഞാനവും ഏറ്റവും അധികമായിട്ട് വേദ പഠനവും നടത്തിയ ഒരു വിശിഷ്ട വ്യക്തിയായിരുന്നു പൗലോസ്. ನಮ್ಮ ಪೌಲನ ಕುರಿತಾಗಿ ನಮಗೆ ಗೊತ್ತುಂಟು, ಬಹಳವಾಗಿ ಜ್ಞಾನಿಯಾದಂತಹ ಒಬ್ಬ ವ್ಯಕ್ತಿಯಾಗಿದ್ದನು ಪೌಲನು. അദ്ദേഹത്തിന്റെ നിയമപ്രകാരം, അദ്ദേഹത്തിന്റെ യഹൂദ മതപ്രകാരം ആ മതത്തിനു വേണ്ടി അധികമായിട്ട് കഠിനവേല ചെയ്തു. മതത്തിനു വേണ്ടി താൻ ഓടിക്കൊണ്ടിരുന്ന അതിന്റെ പീക്ക് സമയമുണ്ടായിരുന്നു. ಆ ಯಹೂದರಿಗೋಸ್ಕರವಾಗಿ ಅತಿ ಹೆಚ್ಚಾಗಿ ಓಡುವಂತಹ ಒಂದು ಸಂದರ್ಭವನ್ನ ಪೌಲನ ಜೀವನದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. അദ്ദേഹം വിശ്വസിച്ച യാഹ്വേ, അതായത് പഴയ നിയമപ്രകാരം പഴയ യഹൂദ മതവിശ്വാസപ്രകാരം അവർ പഴയ നിയമം വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഏറ്റവും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. ಹಳೆ ಒಡಂಬಡಿಕೆಯನ್ನು ದೃಢವಾಗಿ ಹಿಡಿದುಕೊಂಡು ಆ ಯೆಹೋವನ ನಾಮವನ್ನು ಮೇಲಕ್ಕೆ ಎತ್ತಿಕೊಂಡು ದೃಢವಾಗಿ ವೈರಾಗ್ಯವುಳ್ಳವನಾಗಿ ಬಹಳವಾಗಿ ಕೆಲಸ ಮಾಡಿದಂತಹ ಸೇವೆ ಮಾಡಿದಂತಹ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾನೆ ಪೌಲನು. അപ്പം അദ്ദേഹം അറിയപ്പെടുന്നത് ശൗൽ എന്നൊരു പേരിലായിരുന്നു. ಆ ಸಮಯದಲ್ಲಿ ಸೌಲನು ಎಂಬುದಾಗಿರುವಂತಹ ಹೆಸರಲ್ಲಿ ಎಲ್ಲರಿಗೂ ಗೊತ್ತಾಗಿರುವಂತಹ ವ್ಯಕ್ತಿಯಾಗಿದ್ದನು. ആ സമയം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും അധികമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ಆತನ ಕಣ್ಣಿನಿಂದ ನಾವು ನೋಡುವುದಾದ್ರೆ ದೇವರಿಗೋಸ್ಕರವಾಗಿ ಅತಿ ಹೆಚ್ಚಾಗಿ ಸೇವೆ ಸಲ್ಲಿಸಿದಂತಹ ವ್ಯಕ್ತಿಯಾಗಿದ್ದನು ಸೌಲನು. യേശുക്രിസ്തു എന്നൊരു വ്യക്തി അദ്ദേഹത്തിന് കേട്ടുപരിചയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹമായിട്ട് നേരിട്ടൊരു സംഭാഷണം പോലും നടത്തിയിട്ടില്ല. ಯೇಸು ಕ್ರಿಸ್ತನ ಬಗ್ಗೆ ಕೆಲವೊಂದು ಚಿಕ್ಕ ಮಾಹಿತಿಗಳು ಮಾತ್ರ ಇತ್ತು, ಜಾಸ್ತಿ ಏನು ಮಾಹಿತಿಗಳು ಯೇಸು ಕ್ರಿಸ್ತನ ಬಗ್ಗೆ ನಮಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ഈ സന്ദർഭത്തിൽ തൻ്റെ മതത്തിനെതിരായിട്ട് വേറൊരു റിലീജിയൻ, യേശുക്രിസ്തു ആകുന്നു ഏക സത്യ ദൈവം, ഏക വഴി എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും ഉൾക്കൊള്ളാതെ തൻ്റെ പഴയ നിയമപ്രകാരം ഏക ദൈവത്തെ ത്യജിച്ച് ആ ഏക ദൈവത്തിന് എതിരായിട്ടുള്ള മാർഗം പ്രസ്താവിക്കുന്ന ക്രിസ്ത്യാനികളെ ഏറ്റവും ഉപദ്രവിക്കാനും ദണ്ഡിപ്പിക്കാനുമായിട്ട് പുറപ്പെടുന്ന ഒരു വേല നമുക്ക് കാണാൻ സാധിക്കും. ತಾನು ನಂಬಿದಂತಹ ಮತಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಒಂದು ಸಮೂಹವು ಎದ್ದು ಬರುವುದನ್ನ ನೋಡಿದಂತಹ ಸಮಯದಲ್ಲಿ ಯೇಸು ಮಾತ್ರ ಸತ್ಯ ದೇವರು ಎಂಬುದಾಗಿ, ಒಂದೇ ಮಾರ್ಗ ಎಂಬುದಾಗಿ ಪ್ರಚಾರ ಮಾಡುವುದನ್ನ ಉರಿಗೊಂಡು ಬಹಳವಾಗಿ
ಕ್ರೈಸ್ತರನ್ನ ಹಿಂಸೆಪಡಿಸುವನಾಗಿದ್ದನು. ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഞൊടിക്കടയ്ക്കുള്ളിൽ ശൗലിന് പൗലോസ് എന്ന് സംഭവിച്ച ആ ട്രാൻസ്ഫർമേഷൻ, ಆ ಒಂದು ದೇವರ ಒಂದು ಸಂದರ್ಶನಕ್ಕೆ ಅದು ಬಹಳವಾಗಿ ತಕ್ಷಣವಾಗಿ ತನ್ನಲ್ಲಿ ಪರಿಣಾಮ ಹೊಂದಾಯಿತು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് ഇപ്രകാരം ചോദിക്കുന്നു, കർത്താവേ അങ്ങ് ആരാകുന്നു എന്ന്. ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳ ಪುಸ್ತಕದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ದೇವರೇ ನೀನು ಯಾರಾಗಿದೆ ಎಂಬುದಾಗಿ ಕೇಳುವಂತಹ ಒಂದು ಪ್ರಶ್ನೆಯನ್ನು ನಾನು ನೋಡುತ್ತೇನೆ. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്നായിരുന്നു മറുപടി. ನೀನು ಉಪದ್ರವಿಸುವಂತಹ ಯೇಸು ಕ್ರಿಸ್ತನಾಗಿದ್ದೇನೆ ನಾನು ಎಂಬುದಾಗಿ ಹೇಳಿದನು. താൻ ഇത്രയും നാളും വിശ്വസിച്ചിരുന്ന തൻ്റെ ന്യായപ്രമാണങ്ങൾ കാര്യങ്ങളെല്ലാം മറിച്ചുകൊണ്ട് ഒരു പുതിയൊരു അനുഭവം തൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമായിരുന്നത്. ತನ್ನ ಹೃದಯದಲ್ಲಿ ಹೊಸ ಒಂದು ಮಾಹಿತಿ, ಹೊಸ ಒಂದು ಸಂದೇಶ ಸಿಕ್ಕಿತ್ತು ಆ ದಿನದಲ್ಲಿ. ഈ വേലയിലുള്ള പൗലോസിന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ആ ഒരു ഞൊടി നേരത്തിനുള്ളിൽ പൗലോസിന്റെ ജീവിതം ആകപ്പാടം മാറി ദൈവത്തിന്റെ പർപ്പസിന്റെ ഉള്ളിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ಆ ಒಂದು ಕ್ಷಣದಲ್ಲಿ ಪೌಲನಿಗಿರುವಂತಹ ದೇವರ ಉದ್ದೇಶ ಸಂಪೂರ್ಣವಾಗಿ ಬದಲಾಯಿತು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോ രീതിയിൽ നമ്മൾ എങ്ങനെ പോകുന്നു എന്ന് ഒരു പക്ഷേ നമ്മുടെ കാഴ്ചപ്രകാരം അനുസരിച്ച് അത് ശരിയായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ കാഴ്ചപ്രകാരം അത് ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ನಮ್ಮ ಸ್ವಯ ಆಲೋಚನೆಗಳಲ್ಲಿ ನಮ್ಮ ಮಾರ್ಗ ಸರಿಯಾಗಿದೆ ಎಂಬುದಾಗಿ ನಾವು ಒಂದು ವೇಳೆ ಚಿಂತಿಸಬಹುದು. ಆದರೆ ನಾವು ನಮ್ಮ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ನಾವು ತಿಳಿದುಕೊಳ್ಳುವರಾಗಿರಬೇಕು, ದೇವರ ಉದ್ದೇಶ ನನ್ನ ಜೀವನದಲ್ಲಿ ಏನಾಗಿದೆ ಎಂಬುದಾಗಿ. ആ നിമിഷം തൊട്ട് പൗലോസ് ഓടാൻ തുടങ്ങിയതാണ്. ಆ ನಿಮಿಷದಿಂದ ಪೌಲನು ಓಡಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡುತ್ತಾನೆ. പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും അധികം ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെട്ട ഒരു ദൈവദാസൻ വേറെ ഇല്ല. ಹೊಸ ಒಡಂಬಡಿಕೆಯನ್ನು ನೋಡುವಂತಹ ಸಮಯದಲ್ಲಿ ಇದಕ್ಕಿಂತ ಜಾಸ್ತಿ ದೇವರಿಗೋಸ್ಕರವಾಗಿ ಸೇವೆ ಮಾಡಿದಂತಹ ಮತ್ತೊಂದು ದಾಸನಿಲ್ಲ. തന്റെ ഓരോ ലേഖനങ്ങൾ ഓരോ സഭയെയും ശക്തിപ്പെടുത്തുകയും ഉറച്ചു നിൽക്കുകയും സഹായിക്കുമാർ താൻ എഴുതി. ತನ್ನ ಪ್ರತಿಯೊಂದು ಲೇಖನಗಳು ಕೂಡ ಸಭೆಗೆ ಧೈರ್ಯಗೊಳಿಸಿದಂತಹ ಸತ್ಯ ಒಂದು ಪತ್ರಿಕೆಯಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. അദ്ദേഹം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അദ്ദേഹം വിവിധതരമായ രീതിയിൽ ശാരീരികവും മാനസികവുമായ രീതിയിൽ ദണ്ഡിക്കപ്പെട്ടു, പല പ്രാവശ്യം പ്രിസണിലായി. ഇതിൻ്റെ എല്ലാ നടുവിലും അദ്ദേഹം ദൈവത്തിന് ഏറ്റവും എങ്ങനെ എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റും എന്ന രീതിയിൽ ചിന്തിച്ച് ദൈവത്തിന് വേണ്ടി ഏറ്റവും അധികമായിട്ട് പ്രയോജനപ്പെട്ട ദാസനാണ് പൗലോസ്. ವಿವಿಧ ರೀತಿಯಲ್ಲಿ ತಾನು ಹಿಂಸೆ ಪಡಿಸಿದಂತಹ ಮಾನಸಿಕವಾಗಿ ಶಾರೀರಿಕವಾಗಿ ಬಹಳ ಹಿಂಸೆ ಪಟ್ಟಂತಹ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾನೆ ಪೌಲನು. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുമാർ, എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയൊരു വേദഭാഗമാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ಕೊಲೋಸ್ಯ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯ 15ನೇ ವಾಕ್ಯದಿಂದ 20ನೇ ವಾಕ್ಯ ತನಕ ಇರುವಂತಹ ವಾಕ್ಯ ಭಾಗಗಳು ನನಗೆ ಬಹಳವಾಗಿ ಚಿಂತನೆಗೆ ಉಂಟಾಯಿತು. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: He is the image of the invisible God, the firstborn of all creations. For by him all things were created, both in heavens and on earth, visible and invisible, whether thrones or dominions or rulers or authorities. All things have been created through him and for him. He is before all things, and in him all things hold together. He is also the head of the body, the church. And he is the beginning, the firstborn from the dead, so that he himself will come to have first place in everything. For it was the Father's good pleasure for all the fullness of dwell in him, and through him to reconcile all things to himself, having made peace through the blood of his cross. Through him, I say, whether things on earth or things in heaven. 15ನೇ ವಾಕ್ಯ. ಆತನು ಅದೃಶ್ಯನಾದ ದೇವರ ಪ್ರತಿರೂಪನು, ಸೃಷ್ಟಿಗೆಲ್ಲ ಜ್ಯೇಷ್ಠ ಪುತ್ರನ ಸ್ಥಾನ ಹೊಂದಿದವನು ಆಗಿದ್ದಾನೆ. ಭೂ ಪರಲೋಕಗಳಲ್ಲಿರುವ ದೃಶ್ಯವಾದವುಗಳೆಲ್ಲವೂ, ಸಿಂಹಾಸನಗಳಾಗಲಿ, ಪ್ರಭುತ್ವಗಳಾಗಲಿ, ದೊರೆತನಗಳಾಗಲಿ, ಅಧಿಕಾರಗಳಾಗಲಿ ಆತನಲ್ಲಿ ಸೃಷ್ಟಿಸಲ್ಪಟ್ಟವು. ಸರ್ವವು ಆತನ ಮುಖಾಂತರವಾಗಿಯೂ ಆತನಿಗೋಸ್ಕರವಾಗಿಯೂ ಸೃಷ್ಟಿಸಲ್ಪಟ್ಟಿತು. ಆತನು ಎಲ್ಲಕ್ಕೂ ಮೊದಲು ಇದ್ದವನು, ಆತನು ಸಮಸ್ತಕ್ಕೂ ಆಧಾರಭೂತನು. ಸಭೆ ಎಂಬ ದೇಹಕ್ಕೆ ಆತನು ಶಿರಸ್ಸು. ಆತನು ಆದಿಸಂಭೂತನು.
ಎಲ್ಲದರಲ್ಲಿ ಪ್ರಮುಖನಾಗುವಂತೆ ಸತ್ತವರೊಳಗಿಂದ ಮೊದಲು ಎದ್ದು ಬಂದವನು ಆತನೇ. ತಂದೆಯಾದ ದೇವರು ಆತನಲ್ಲಿ ತನ್ನ ಸರ್ವ ಸಂಪೂರ್ಣತೆಯು ವಾಸವಾಗಿರಬೇಕೆಂತಲೂ ಆತನು ಶಿಲುಬೆಯ ಮೇಲೆ ಸುರಿಸಿದ ರಕ್ತದಿಂದ ತಾನು ಸಮಾಧಾನವನ್ನು ಉಂಟು ಮಾಡಿ ಭೂಪರಲೋಕಗಳಲ್ಲಿರುವ ಸಮಸ್ತವನ್ನು ಆತನ ಮೂಲಕ ತನಗೆ ಸಂಧಾನ ಪಡಿಸಿಕೊಳ್ಳಬೇಕೆಂತಲೂ ನಿಷ್ಕರ್ಷ ಮಾಡಿದನು. നാം ഈ വേദപാഠത്തിന്റെ ചരിത്രപശ്ചാത്തലം നോക്കുമ്പോൾ റോമയിൽ താൻ പൗലോസായ അപ്പോസ്തലൻ താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ എഴുതപ്പെട്ട AD 60-61 കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. AD 60-61 ಕಾಲಾವಧಿಯಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಂತಹ ಒಂದು ಲೇಖನ ಪತ್ರಿಕೆಯಾಗಿದೆ ಈ ಒಂದು ಕೊಲೋಸ್ಯ ಪತ್ರಿಕೆ. ಸೆರೆಮನಿಯ ವಾಸದಲ್ಲಿರುವಂತಹ ಸಮಯದಲ್ಲಿ ಬರೆದಂತಹ ಒಂದು ಪತ್ರಿಕೆಯಾಗಿದೆ. നാം ഈ വേദഭാഗം വായിച്ചു നോക്കുമ്പോൾ ഈ അധ്യായം മൊത്തം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും താൻ ഇതുവരെ കാണാത്ത ഒരു സഭ, താൻ ഇതുവരെ താൻ ഇതുവരെ തുടങ്ങാത്ത ഒരു സഭ. ഈ സഭയ്ക്ക് വേണ്ടി അവരുടെ വിശ്വാസം, അവരുടെ തീഷ്ണ ഇതെല്ലാം അറിഞ്ഞ് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു ಲೇಖನಮಾನಿದೆ. ಕೊಲೋಸ್ಯ ಪತ್ರಿಕೆ ಪೌಲನು ಸ್ಥಾಪಿಸಿದಂತಹ ಒಂದು ಸಭೆಯಲ್ಲ, ಅವರನ್ನು ಕಣ್ಣಾರೆ ಕಂಡಂತಹ ಒಂದು ಸಭೆಯಲ್ಲ, ಆದರೆ ಅಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳನ್ನ ಧೈರ್ಯಪಡಿಸುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಒಂದು ಬರೆದಂತಹ ಒಂದು ಪತ್ರಿಕೆ ಆಗಿದೆ ಕೊಲೋಸ್ಯ പത്രിಕೆ. പൗലോസായ അപ്പോസ്തലൻ വിശ്വസിച്ചു ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശ്വാസികളും അവരേതൊക്കെ എപ്രകാരം നടക്കണം, അവർ ദൈവസന്നിധിയിൽ നിന്ന് മാറാതെ അവരെ ഉറപ്പിച്ച് നിൽക്കേണ്ട ഉത്തരവാദിത്തം തനിക്കാണ് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ಯಾವ ರೀತಿಯಲ್ಲಿ ಎಲ್ಲ ವಿಶ್ವಾಸಿಗಳು ಕೂಡ ನಡೆಯಬೇಕೆಂಬುದಾಗಿರುವಂತಹ ಪೂರ್ಣವಾದಂತಹ ಒಂದು ಆಲೋಚನೆ ದೇವರಿಂದ ಪಡೆದುಕೊಂಡು ಆ ವಿಶ್ವಾಸಿಗಳಿಗೆ ಬೋಧಿಸಿದಂತಹ ವಾಕ್ಯ ಭಾಗಗಳಾಗಿದೆ ಇಲ್ಲಿರುವಂತಹ ಪತ್ರಿಕೆ. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ നാം ദൈവസഭയിൽ കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സ്വഭാവവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കൂടെയുള്ള നമ്മുടെ റിലേറ്റീവ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ നാം ഇതിൻ്റെ അപ്പുറമായിട്ട് നാം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും അതുപോലെ അനേക കഠിന പെർസിക്യൂഷൻ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ಆ ಸಭೆಯಲ್ಲಿ ನಾವು ಅನೇಕ ವಿಷಯಗಳಿಗೋಸ್ಕರವಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ, ಸಹ ವಿಶ್ವಾಸಿಗಳಿಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ, ದೇಶದ ಬಿಡುಗಡೆಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ, ಅನೇಕ ನಮ್ಮ ಬಂಧು ಮಿತ್ರರಿಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಆದರೆ ಕ್ರಿಸ್ತನಲ್ಲಿ ಹಿಂಸೆ ಪಟ್ಟಿರುವಂತಹ ಅನೇಕ ಜನರಿದ್ದಾರೆ, ಅವರಿಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ನಾವು ಜವಾಬ್ದಾರಿ ಉಳ್ಳವರಾಗಿರಬೇಕು. ಇದು നമ്മുടെ ഓപ്ഷൻ അല്ല, ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ಇದು ಒಂದು ಆಪ್ಷನ್ ಆಗಿ ಅಲ್ಲ, ಇದು ನಮ್ಮ ಜವಾಬ್ದಾರಿಯಾಗಿದೆ ಅವರಿಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದು. ഹല്ലേലൂയ, ആമേൻ. ഇതിലേക്ക് നാം വേദഭാഗത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ താൻ എഫേസ്യർ, കൊലോസ്യർ, പിന്നെ ഫിലിപ്പിയർ, ഈ 3 ലേഖനങ്ങളും താൻ റോമയിലെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ എഴുതിയ ലേഖനങ്ങളാണ്. ಎಫೆಸ್ಯ, ಫಿಲಿಪ್ಪ ಹಾಗೂ ಕೊಲೋಸ್ಯ ಪತ್ರಿಕೆಯನ್ನು ನಾವು ನೋಡುವಂತಹ ಸಮಯದಲ್ಲಿ ಸೆರೆಮನೆಯ ವಾಸದಲ್ಲಿ ಬರೆದಂತಹ ಒಂದು ಪತ್ರಿಕೆಯಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. യേശുക്രിസ്തു ഈ ലോകത്തിന്റെ രക്ഷിതാവാണ്, ജൂതരുടെ മശിഹയാണ് എന്ന് താൻ ആ സമൂഹത്തിൽ, റോമറുടെ മധ്യയും യഹൂദരുടെ മധ്യയും താൻ പ്രസ്താവിക്കുമ്പോൾ ഇതിനെ തുടർന്നാണ് താൻ അവിടെ കാരാഗ്രഹത്തിലായിരുന്നത്. ರೋಮ ಸಾಮ್ರಾಜ್ಯದ ಮಧ್ಯದಲ್ಲಿ ಹಾಗೂ ಯಹೂದರ ಮಧ್ಯದಲ್ಲಿ ಯೇಸು ಒಬ್ಬರೇ ದೇವರು ಎಂಬುದಾಗಿರುವಂತಹ ಕಾರ್ಯವನ್ನು ಪ್ರಚುರಪಡಿಸುವಂತಹ ಸಮಯದಲ್ಲಿ ಈ ಕಾರಣದಿಂದ ಆ ಸೆರೆಮನೆಯ ವಾಸದಲ್ಲಿ ಬಿದ್ದಿರುವುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. തന്റെ ജീവിതം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയേറെ കഷ്ടത നിറഞ്ഞൊരു അനുഭവത്തിലേക്കൂടെയാണ് താൻ കടന്നു പോകുന്നത്. ತನ್ನ ಜೀವನವನ್ನು ನೋಡುವಂತಹ ಸಮಯದಲ್ಲಿ ಬಹಳವಾಗಿ ಹಿಂಸೆಯ ನಡುವೆ ನಡೆಯುವಂತಹ ಒಂದು ಜೀವನವಾಗಿತ್ತು. ഒരു ലോൺലി ആയിട്ടുള്ള അവസ്ഥ, ഏകാന്തമായിട്ടുള്ള ഒരു അവസ്ഥ. താൻ എന്ത് ചെയ്യണം, കാരാഗ്രഹത്തിലായിരിക്കുന്നു, എന്ത് ചെയ്യണം, ദൈവത്തിന് വേണ്ടി കാരാഗ്രഹത്തിൽ താൻ എങ്ങനെ പ്രയോജനപ്പെടും, ഒരു ഐഡിയയും ഒരു രീതിയിലും തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ. ಏಕಾಂತವಾಗಿರುವಂತಹ ಒಂದು ಅವಸ್ಥೆಯನ್ನ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಅವನಿಗೆ ಸಹಿಸಿಕೊಳ್ಳಿಕ್ಕೆ ಆಗದೇ ಇರುವಂತಹ ಒಂದು ಅವಸ್ಥೆಯಲ್ಲಿ പൗലനാಗಿದ್ದನೆಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. ദൈവമക്കളെ, നാം അതിൽ നിന്ന് ദൈവം അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചത് പ്രകാരം എന്ന് വെച്ചാൽ താൻ ഇതുവരെ കാണാത്ത, ഇതുവരെ നേരിട്ട് സംസാരിക്കാത്ത സഭകൾക്ക് വേണ്ടി അവരെ ഉറപ്പിക്കാൻ, ധൈര്യപ്പെടുത്താൻ അദ്ദേഹം കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് ലേഖനങ്ങൾ എഴുതി അവർക്ക് കൊടുത്തു. ಆದರೆ ಅವರನ್ನು ದೃಢಪಡಿಸುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಸೆರೆಮನೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಆ ದೇವರ ಮಕ್ಕಳಿಗೋಸ್ಕರವಾಗಿ ಧೈರ್ಯಪಡಿಸುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಬರೆದರು. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ വന്നാലും ദൈവത്തിന് ആ സാഹചര്യത്തിന് മീതെ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് നാം വസിക്കുന്ന നമ്മുടെ ദൈവം. ನಮ್ಮ ಪರಿಸ್ಥಿತಿಗಳು ಯಾವುದೇ ಆಗಿದ್ರೂ ಕೂಡ ಆ ಪರಿಸ್ಥಿತಿಗೆ ಮಿಗಿಲಾಗಿ ದೇವರಿಗೆ ನಮ್ಮಿಂದ ಕಾರ್ಯ ಮಾಡಲಿಕ್ಕೆ ಆಗುತ್ತದೆ. നാം ഒന്ന് മനസ്സിലാക്കണം, നാം ഒരു ഒലിവ് വൃക്ഷം എടുത്ത് അതിന്റെ കായെടുത്ത് അത്
ശരിക്കും ക്രഷ് ചെയ്യാതെ അതിൽ നിന്ന് എണ്ണ എടുക്കാൻ പറ്റത്തില്ല. ಒಲಿವ್ ವೃಕ್ಷವನ್ನ ನೋಡುವಂತಹ ಸಮಯದಲ್ಲಿ ಅದರಿಂದ ಎಣ್ಣೆ ತೆಗಿಬೇಕಾದ್ರೆ ಅದು ಪ್ರಯಾಸಕರವಾದಂತಹ ಒಂದು ವಿಷಯವಾಗಿರುತ್ತದೆ. നാം ഒന്ന് ഓർക്കുക, ഇങ്ങനെ ക്രഷ് ചെയ്യുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ നമ്മളെ ഞെരുക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാണെങ്കിൽ നമ്മൾ ഒന്ന് തിരിച്ചോർക്കണം, ഇതിന്റെ ഒരു റിസൾട്ടിന് ദൈവത്തിന് കൊണ്ട് ആവശ്യമുണ്ട്. ನಾವು ಚೆನ್ನಾಗಿ ಜಡಿಯಲ್ಪಡುವಂತಹ ಒಂದು ಅವಸ್ಥೆಯಿಲ್ಲ. ಆ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಹೋಗುವುದಾದ್ರೆ ನೀವು ನಂಬಿಕೆ ಇಡ್ರಿ, ಏನೋ ಒಂದು ಹೊಸ ಕಾರ್ಯ ನಮ್ಮಿಂದ ದೇವರಿಗೆ ಮಾಡಲಿಕ್ಕೆ ಉಂಟು ಎಂಬುದಾಗಿ. പല അവസ്ഥകളും ആ ദൈവത്തിന് അത് ബാക്കിയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ട അവസ്ഥകളാണ്. ಅನೇಕರಿಗೆ ಪ್ರಯೋಜನ ಪಡಬೇಕಾಗಿರುವಂತಹ ಅವಸ್ಥೆಗಳಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ. നാം വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുന്നു. ಓದಿದಂತಹ ವಾಕ್ಯ ಭಾಗಕ್ಕೆ ಬರುತ್ತೇನೆ. 15ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിയുടെയും ആദിജാതനുമാകുന്നു. 15ನೇ ವಾಕ್ಯದಲ್ಲಿ ಆತನು ಅದೃಶ್ಯನಾದ ದೇವರ ಪ್ರತಿರೂಪನು, ಸೃಷ್ಟಿಗೆಲ್ಲ ಶ್ರೇಷ್ಠ ಪುತ್ರನು ಎಂಬುದಾಗಿ ಸ್ಥಾನ ಹೊಂದಿದವನು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ഹല്ലേലൂയ. ഈ വാക്യം ഈ അധ്യായം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഈ വാക്യം എന്നെ ഒരു നിമിഷം നിർത്തി ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കാനിടയായി. ಈ ವಾಕ್ಯ ಭಾಗವನ್ನು ಓದುವಂತಹ ಸಮಯದಲ್ಲಿ ಈ ವಾಕ್ಯವು ನನ್ನಲ್ಲಿ ಆಳವಾಗಿ ಕಾರ್ಯ ಮಾಡಿತು. ഞാൻ ഈ ഒരു വാക്യം തന്നെ കുറെ പ്രാവശ്യം എടുത്തെടുത്ത് വായിക്കാൻ ഇടയായി. ಈ ವಾಕ್ಯವನ್ನೇ ನಾನು ಅನೇಕ ಬಾರಿ ನಾನು ಓದುತ್ತಾ ಇದ್ದೆನು. നമുക്ക് മനസ്സിലാക്കാം, പഴയ നിയമപ്രകാരം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ದೇವರನ್ನ ಯಾರು ಕೂಡ ಕಾಣಲೇ ಇಲ್ಲ. പക്ഷേ ഈ കൃപായുഗത്തിൽ ഈ പുതിയ യുഗത്തിൽ നമുക്ക് കണ്ട ഏറ്റവും കിട്ടിയ സൗഭാഗ്യം എന്ന് വെച്ചാൽ ഈ ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ തൻ്റെ സൃഷ്ടിയിൽ കാണിച്ചൊരു വ്യക്തിയുണ്ട്. ಆದರೆ ಈ ಕೃಪಾಯುಗದಲ್ಲಿರುವಂತಹ ನಮ್ಮಲ್ಲಿರುವಂತಹ ಒಂದು ಭಾಗ್ಯ ಏನೆಂಬುದಾಗಿ ಹೇಳಿದ್ರೆ, ಒಂದು ಸೃಷ್ಟಿಯ ಮುಖಾಂತರವಾಗಿ ಆ ದೃಶ್ಯನಾದಂತಹ ದೇವರನ್ನ ದೃಶ್ಯ ಮಾಡಿದ್ರು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നു, ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. ಆತನು ಯೇಸು ಕ್ರಿಸ್ತನು ಅದೃಶ್ಯನಾದಂತಹ ದೇವರ ಒಂದು ರೂಪವನ್ನು ತಾಳಿದವನಾಗಿದ್ದಾರೆ ಯೇಸು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ആരും ഇതുവരെ കാണാത്ത, ആരും ഇതുവരെ നേരിട്ട് തങ്ങളുടെ ഫിസിക്കൽ കണ്ണുകൊണ്ട് കാണാത്ത ദൈവത്തിന്റെ സ്വരൂപമായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ಯಾರು ಕೂಡ ಕಾಣದೇ ಇರುವಂತಹ ಅದೃಶ್ಯನಾದಂತಹ ದೇವರ ಪ್ರತಿರೂಪವಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ಪ್ರತ್ಯಕ್ಷನಾದನು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ആ ഉന്നതികൾ വെടിഞ്ഞ ഏറ്റവും താഴ്ന്ന ലോകത്ത് മനുഷ്യന് വേണ്ടി, മനുഷ്യരിലും ഏറ്റവും താഴ്ന്നവനായിട്ട് ഈ ലോകത്തിൽ വന്നത് നാം ഓരോരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടിയാണ്. ಆ ಉನ್ನತ ಸ್ಥಿತಿಯನ್ನ ಬಿಟ್ಟು ನಮಗೋಸ್ಕರವಾಗಿ ಈ ಒಂದು ಲೋಕದಲ್ಲಿ ಬಾಳಿದರೆಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. താൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദാസരൂപം എടുത്ത് ബാക്കിയുള്ള ജനതയ്ക്ക്, അതായത് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി സെർവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു. ದಾಸ ರೂಪನ ತೆಗೆದುಕೊಂಡು ನಾವು ಮನುಷ್ಯ ಮಾತ್ರದವರಿಗೆ ಸೇವೆಯನ್ನ ಸಲ್ಲಿಸಿದವರಾಗಿದ್ದಾರೆ ಯೇಸು ಕ್ರಿಸ್ತನು. എന്നിട്ടും നമുക്ക് മനസ്സിലാക്കാം, ഈ സർവ്വ ലോകത്തിന്റെയും സർവ്വ സൃഷ്ടിയുടെയും സകല വാഴ്ചകളുടെയും അധികാരത്തിന്റെയും എല്ലാത്തിനും ഉന്നതികൾ മേൽ യേശു ക്രിസ്തു വാണിരുന്നു. ಸರ್ವಲೋಕದ ಸರ್ವ ಅಧಿಕಾರದ ಮೇಲೆ ಯೇಸು ಕ್ರಿಸ್ತನು ಬಾಳಿದರು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ എന്തൊക്കെ വന്നാലും അതിലുപരിയായിട്ട്, അതിൽ ഏറ്റവും മേലുകളിലായിട്ട് വസിക്കുന്ന ഒരു യേശു ക്രിസ്തുവിനെ ആയിട്ടുള്ള ഒരു പിതാവാണ് നമുക്കുള്ളത്. ನಮ್ಮ ಪರಿಸ್ಥಿತಿ ಯಾವುದೇ ಆಗಿದ್ರು ಕೂಡ ಅದಕ್ಕಿಂತ ಮೇಲೆ ಬಾಳುವಂತಹ ದೇವರು ನಮಗಿದ್ದಾರೆ. ആ പിതാവിന്റെ സന്നിധിയിൽ നാം മുട്ടുമടക്കുവാണെങ്കിൽ തന്റെ പ്രിയ മക്കൾക്ക് വേണ്ടി എന്താണ് നമ്മുടെ പിതാവിന് ചെയ്യാൻ കഴിയാത്തത്? ಆ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ನಾವು ಮೊಣಕಾಲೂರುವುದಾದರೆ ಆತನಿಂದ ಅಸಾಧ್ಯವಾದದ್ದು ಏನೇ ಆಗಿರುವುದಿಲ್ಲ. മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, പൈതൽ തൻ്റെ അപ്പനോട് മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ, മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ಮತ್ತಾಯನ ಸುವಾರ್ತೆಯಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಮಗನು ಊಟಕ್ಕೆ ಏನಾದರೂ ಕೇಳುವುದಾದ್ರೆ ರೊಟ್ಟಿಗೆ ಬದಲಾಗಿ ಹಾವನ್ನು ಕೊಡುತ್ತಾರೆ ಎಂಬುದಾಗಿರುವಂತಹ ವಾಕ್ಯ ಭಾಗವನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇത്ര നല്ല ദാനങ്ങളെ കൊടുക്കാൻ കഴിയുമെങ്കിൽ സ്വർഗത്തിലെ പിതാവായ ദൈവം എത്ര അധികം നമുക്ക് തരും. ಇಹಲೋಕದಲ್ಲಿರುವಂತಹ ತಂದೆ ತಾಯಿ ಅಷ್ಟು ಮಟ್ಟಿಗೆ ಆ ವಿಚಾರವನ್ನ ಮಕ್ಕಳಿಗೆ ಮಾಡುವುದಾದ್ರೆ ಸ್ವರ್ಗದಲ್ಲಿರುವಂತಹ ನಮ್ಮ ತಂದೆ ಎಷ್ಟು ಮಟ್ಟಿಗೆ ನಮಗೋಸ್ಕರವಾಗಿ ಪ್ರವರ್ತಿಸುತ್ತಾರೆ. ദൈവമക്കളെ, നാം
ഇവിടെ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ പൂർണ്ണ വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടെ ആരാധിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തിലുള്ള ദൈവങ്ങളെ പോലെയുള്ള ഒരു ദൈവമല്ല. ನಾವು ಪೂರ್ಣವಾಗಿ ಸಂಪೂರ್ಣವಾಗಿ ನಂಬಿಕೆ ಇಟ್ಟಿರುವಂತಹ ದೇವರು ಇಹಲೋಕದಲ್ಲಿರುವಂತಹ ದೇವರ ಹಾಗೆ ಅಲ್ಲ. സർവ സൃഷ്ടിയുടെ ആദ്യജാതൻ, ಸರ್ವ ಸೃಷ್ಟಿಯ ಒಂದು ಆದ್ಯ ಪುತ್ರನಾಗಿದ್ದಾನೆ. എല്ലാത്തിന്റെയും ഉത്ഭവം അവനിൽ നിന്നായിരുന്നു. ಎಲ್ಲದರ ಆ ಒಂದು ಉದ್ಭವ ಅದು ಯೇಸು ಕ್ರಿಸ್ತನಾಗಿದ್ದರು. ആ ഒരു പിതാവിന്റെ ഒരു സാദൃശ്യ പ്രകാരമാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ಆ ಒಂದು ದೇವರ ಒಂದು ಸ್ವರೂಪ್ಯದಲ್ಲಿ ದೇವರು ನಮ್ಮನ್ನ ಸೃಷ್ಟಿ ಮಾಡಿದ್ದಾರೆ. 16ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 16ನೇ ವಾಕ್ಯದಲ್ಲಿ ಆತನ ಮುಖಾಂತರವಾಗಿ ಎಲ್ಲವೂ ಸೃಷ್ಟಿಸಲ್ಪಟ್ಟಿದೆ ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. നാം ഒരു പക്ഷേ ചിന്തിച്ചിരിക്കും, നാം ഈ ജീവിതത്തിൽ ഈ ദൈവത്തിന് ഒരു തെറ്റ് പറ്റിയതായിരിക്കും നമ്മുടെ ജീവിതം എന്ന്. ನಾವು ಒಂದು ವೇಳೆ ಚಿಂತಿಸಬಹುದು, ದೇವರಿಗೆ ಒಂದು ತಪ್ಪು ಸಂಭವಿಸಿತು, ನಮ್ಮನ್ನ ಜನ್ಮ ಕೊಟ್ಟದೆಂಬುದಾಗಿ ಚಿಂತಿಸಬಹುದು. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ദൈവത്തിന് ഒരു പർപ്പസ് ഇല്ലാതെ ദൈവം ಆರೆയും സൃഷ്ടിച്ചിട്ടില്ല. ದೇವರಿಗೆ ಒಂದು ಉದ್ದೇಶವಿಲ್ಲದೆ ಇಲ್ಲಿ ಯಾರು ಕೂಡ ಹುಟ್ಟಲಿಲ್ಲ. നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവനായിട്ടാണ്. ನಾವು ಜನಿಸಿದ್ದು ಆತನಿಗೋಸ್ಕರ. നാം ഉൽപ്പത്തിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നാണ് വേദഭാഗം പറയുന്നത്. ಆದಿಕಾಂಡ ಪುಸ್ತಕದಲ್ಲಿ ನಮ್ಮ ಸ್ವರೂಪ್ಯದಲ್ಲಿ ಮನುಷ್ಯನನ್ನು ಸೃಷ್ಟಿ ಮಾಡೋಣ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ആരും ഇതുവരെ കാണാത്ത ആ ദൈവത്തിന്റെ ഒരു സൃഷ്ടിപ്പിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഓരോ വ്യക്തികൾ. ಯಾರು ಕೂಡ ಕಾಣದೇ ಇರುವಂತಹ ಆ ಸೃಷ್ಟಿಯ ಭಾಗವಾಗಿದೆ ನಾವು. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം ഈ സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ദൈവം ഓരോരോ ഉദ്ദേശങ്ങൾ, ഓരോ പർപ്പസുകൾ നൽകിയിട്ടുണ്ട്. ದೇವರು ಸೃಷ್ಟಿ ಮಾಡಿದಂತಹ ಪ್ರತಿಯೊಂದು ಮೃಗ ಸಂಪತ್ತಾಗಿರ್ಲಿ ಏನೇ ಆಗಿರ್ಲಿ ಎಲ್ಲರಿಗೂ ಒಂದು ಉದ್ದೇಶ ಉಂಟು. നാം ഒരുപക്ഷെ നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നത് കുറെ കുഞ്ഞു കുറവുകളായിരിക്കാം. ನಾವು ನಮ್ಮನ್ನೇ ನಾವು ಹಿಂದಕ್ಕೆ ನಾವು ನೋಡುವುದಾದ್ರೆ ನಮ್ಮ ಕೆಲವೊಂದು ತಪ್ಪುಗಳು ನಮಗೆ ನೆನಪು ಮಾಡಬಹುದು. പക്ഷേ ആ കുറവുകൾ ഒന്നുമല്ല എന്ന് നാം നമ്മുടെ സൃഷ്ടാവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ಆ ತಪ್ಪುಗಳು ಏನೂ ಅಲ್ಲ. ಆ ದೇವರ ಸೃಷ್ಟಿಕರ್ತನಾದಂತಹ ಆ ದೇವರನ್ನ ನೋಡುವಂತಹ ಸಮಯದಲ್ಲಿ ಅದೆಲ್ಲವೂ ಕೂಡ ನೀಗಿ ಹೋಗುತ್ತದೆ. നമ്മളെ ഒരിക്കലും ഒരു കുറവുള്ളവനായിട്ടല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന, ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് ഒരു ഫുൾഫിൽ ആയിട്ടാണ് ദൈവം നമ്മളെ ನಮ್ಮನ್ನು ಕೊರತೆ ಇರುವಂತಹ ವ್ಯಕ್ತಿಗಳೇ ಆಗಿ ಎಲ್ಲ ದೇವರು ಸೃಷ್ಟಿ ಮಾಡಿರುವುದು. ದೇವರೊಂದು ಸಂಪೂರ್ಣ ಮನುಷ್ಯನಾಗಿ ದೇವರು ನಮ್ಮನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದ್ದಾರೆ. ഇത്ര വിശിഷ്ടമായ ഒരു സൃഷ്ടിയെ നമുക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയില്ല. ಇಷ್ಟು ವಿಶಿಷ್ಟವಾದಂತಹ ಸೃಷ್ಟಿ ಬೇರೆ ಇಲ್ಲ. ഈ സൃഷ്ടിക്ക് ദൈവം ഒരു ഉദ്ദേശം കൊടുത്തിരിക്കില്ല. ആ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഓരോ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കേണ്ടത് അനിവാര്യമാണ്. ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഉദ്ദേശമാണ്. ആ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ನಮ್ಮ ಜೀವನದಲ್ಲಿ ದೇವರು ಕೊಟ್ಟಿರುವಂತಹ ಸೃಷ್ಟಿಯೇ ಆ ಉದ್ದೇಶವೇನು ಎಂಬುದಾಗಿ ಆ ನಿರ್ಮಾಣಿಕನಾದಂತಹ ಸೃಷ್ಟಿಕರ್ತನಿಗೆ ನಾವು ಕೇಳುವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. ആമേൻ. നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ദൈവം എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം എന്താണ് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? ನೀವು ಚಿಂತಿಸಿದ್ದೀರಾ, ನಾನು ಯಾತಕ್ಕೋಸ್ಕರವಾಗಿ ನಾನು ಈ ಜನ್ಮವನ್ನು ತಾಳಿದೆಂಬುದಾಗಿ? നാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ನೀವು ಚಿಂತಿಸಿದ್ದೀರಾ? പലപ്പോഴും ഞാൻ സെമിനാരിയിലായിരിക്കുമ്പോൾ ഈ ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ട്. ಸೆಮಿನಾರಿಯಲ್ಲಿ ಇರುವಂತಹ ಸಮಯದಲ್ಲಿ ನಾನು ಯಾತಕ್ಕಾಗಿ ನಾನು ಹುಟ್ಟಿದ್ದು ಎಂಬುದಾಗಿ ಅನೇಕ ಬಾರಿ ನಾನು ಚಿಂತನೆ ಮಾಡುತ್ತೇನೆ. ദൈവമേ, അങ്ങയുടെ ഉദ്ദേശം എന്നിൽ എന്നതാണ്. ದೇವರೇ, ನಿನ್ನ ಚಿತ್ತ ನನ್ನಲ್ಲಿ ಏನಾಗಿದೆ? ഈ വരും ദിവസങ്ങളിൽ ദൈവമേ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുമാറാകണമേ. ಕರ್ತನೆ, ಅತಿ ಸಮೀಪವಾಗಿ ಆ ಒಂದು ಪೂರ್ಣತೆಯ ಅವಸ್ಥೆಯಲ್ಲಿ ನನ್ನನ್ನು ಬರಮಾಡು ಎಂಬುದಾಗಿ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇದ್ದೇನೆ. നാം നമ്മുടെ ഉദ്ദേശം അറിയണമെങ്കിൽ നാം നമ്മെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലേക്ക് ആദ്യമേ ತಾತಿ ಏಪಿച്ച് കൊടുക്കണം. ನಮ್ಮ ಸಂಪೂರ್ಣವಾದಂತಹ ನಮ್ಮ ಉದ್ದೇಶವೇನು ಎಂಬುದಾಗಿ ಗೊತ್ತಾಗಬೇಕಾ? ನಮ್ಮನ್ನು ಸಂಪೂರ್ಣವಾಗಿ ದೇವರ ಕರದಲ್ಲಿ ನಾವು ಒಪ್ಪಿಸಿ ಕೊಡುವರಾಗಿರಬೇಕು. ಆಮೇಲೆ അവിടെ തുടക്കമായിട്ട് നാമും ദൈവവും തമ്മിൽ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടാകണം. ನಾವು ದೇವರೊಟ್ಟಿಗೆ ಒಂದು ಆಳವಾದಂತಹ ಒಂದು ಸಂಬಂಧ ಉಂಟು. ഒരു ഇടപെടയാത്ത ഒരു ಕಂಟಿನ್ಯೂಸ್ ಆയിട്ട് ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ನಿರಂತರವಾದಂತಹ ಒಂದು ದೇವರೊಟ್ಟಿಗೆ ಒಂದು ಒಡನಾಟ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಇರಬೇಕು. ദൈവം ഓരോ വ്യക്തികൾക്ക് ഓരോ പർപ്പസ് ആയിരിക്കും ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. ದೇವರು ನಮಗೆ ಪ್ರತ್ಯೇಕವಾದಂತಹ ಉದ್ದೇಶಗಳನ್ನು ಇಟ್ಟಿರಬಹುದು. ചിലരെ താങ്ങാനായിരിക്കും, ശക്തിപ്പെടുത്താനായിരിക്കും. ಕೆಲವರನ್ನ ಪರಾಮರಿಸಿ ನಡೆಸಲಿಕ್ಕೆ, ಕೆಲವರನ್ನ ಸಹಾಯ ಮಾಡಲಿಕ್ಕೆ ಇರುವಂತಹ ಒಂದು ಪದ್ಧತಿ ನಮ್ಮ ಮೇಲೆ ಇರಬಹುದು. ചിലർക്ക് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാനായിരിക്കും ദൈവം കൊടുത്തിരിക്കുന്നത്. ಕೆಲವರಿಗೆ ಕೆಲವೊಂದು ಗುಂಪನ್ನ ನಯಿಸುವುದಕ್ಕೆ ಆಗಿರಬಹುದು.
ഇതൊന്നും അറിയാതെ ചില വ്യക്തി ജീവനങ്ങൾക്ക് വേണ്ടി ഭാരത്തോടെ ഹൃദയഭാരത്തോടെ ഒരു റൂമിൽ കടന്ന് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാനായിരിക്കും ദൈവത്തിന്റെ ഉദ്ദേശം. ದೇವರಲ್ಲಿರುವಂತಹ ಕೆಲವರ ಉದ್ದೇಶವು ಕೆಲವರಿಗೋಸ್ಕರವಾಗಿ ಆಳುತ್ತಾ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಾಗಿರಬಹುದು. എന്റെ പ്രിയ ദൈവമക്കളെ, നാം ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആ ഉദ്ദേശത്തിലേക്ക് കടന്നു വന്ന ആ ഉദ്ദേശം തിരിച്ചറിഞ്ഞ ഉദ്ദേശത്തിലേക്ക് കടക്കാൻ തയ്യാറാകണം. ದೇವರ ಉದ್ದೇಶವನ್ನ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಂಡು ನಾವು ಆ ಉದ್ದೇಶ ಪ್ರಕಾರವಾಗಿ ನಾವು ಮುಂದೆ ಬರುವರಾಗಿರಬೇಕು. സഭയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ സഭയുടെ ഉദ്ദേശം എന്താണ്? ಸಭೆಯಲ್ಲಿ ಇರುವಂತಹ ಸಮಯದಲ್ಲಿ ಸಭೆಯಲ್ಲಿ ನಮ್ಮ ಪಾಲೇನು? നാം വരും അധ്യായങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. 18-ാമത്തെ വാക്യം, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു, സകലത്തിനും താൻ മുമ്പാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ಆದ್ಯಜಾತನಾಗಿ ಎഴുന്നേറ്റവനുമാകുന്നു. ಸಭೆ ಎಂಬ ದೇಹಕ್ಕೆ ಆತನು ಶಿರಸ್ಸು, ಆತನು ಆದಿ ಸಂಭೂತನು, ಎಲ್ಲದರಲ್ಲಿ ಪ್ರಮುಖನಾಗುವಂತೆ ಸತ್ತವರೊಳಗಿಂದ ಮೊದಲು ಎದ್ದು ಬಂದವನು ಆತನೇ ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. ഫസ്റ്റ് നമുക്കറിയാം, നമ്മുടെ സഭയുടെ ഏറ്റവും തല എന്ന് പറയുന്നത് നമ്മുടെ പിതാവായ യേശു ക്രിസ്തുവാണ്. ನಮಗೆಲ್ಲರಿಗೂ ಗೊತ್ತಿರುವ ಹಾಗೆ ಸಭೆಯ ತಲೆ ಯೇಸು ಕ್ರಿಸ್ತನು. പിന്നെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ സഭയായിരിക്കുന്നു. ನಾವು ಶರೀರ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ನಾವಾಗಿದ್ದೇವೆ. അപ്പോസ്തലനായ പൗലോസിന്റെ കൊരിന്തി ലേഖനം, എഫേസ്യ ലേഖനം, ഈ ലേഖനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സഭ എന്നത് ഓരോരോ വ്യക്തികൾക്ക് ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് അപ്പോസ്തലനായ പൗലോസ് അവിടെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ಕೊರಿಂಥ್ಯ ಪತ್ರಿಕೆಯಲ್ಲಿ ನಾವು ನೋಡುವಂತಹ ಸಮಯದಲ್ಲಿ ಒಂದೊಂದು ಪ್ರತ್ಯೇಕವಾದಂತಹ ವಿಶೇಷವಾಗಿ ಕೊರಿಂಥ್ಯ ಪತ್ರಿಕೆಯಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. ഇരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരമായിരിക്കുന്നത് കൈയുടെ പ്രവൃത്തിയല്ല, കാലിന്റെ പ്രവൃത്തിയല്ല, കണ്ണിന്റെ പ്രവൃത്തിയല്ല, നമ്മുടെ ചെവിക്ക് കണ്ണിನ ಪ್ರವೃತ್ತಿಯಲ್ಲ ಕೈಗೆ, ಕೈಯಿನ ಪ್ರವೃತ್ತಿಯಲ್ಲ ಕಾಲಿಗೆ. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഓരോരോ ശരീരഭാഗങ്ങളും ഓരോരോ പ്രവർത്തനങ്ങളും, ಒಂದೊಂದು ಶರೀರ ಭಾಗಕ್ಕೆ ಒಂದೊಂದು ಕ್ರಿಯೆ ಉಂಟು. അതുപോലെ നമ്മുടെ സഭയായിരിക്കുന്ന സഭയിലുള്ള ഓരോ അംഗങ്ങൾക്കും ഓരോരോ പ്രവർത്തനങ്ങളും ഓരോരോ പർപ്പസ് ഉണ്ട്. ಶರೀರದ ಅಂಗಗಳಾಗಿರುವಂತಹ ನಾವು ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಕೂಡ ದೇವರಿಗೆ ಒಂದು ಉದ್ದೇಶ ಉಂಟು. സഭയായിട്ട് കൂടിയ നമ്മുടെ പിതാവിനെ ആരാധിക്കുക, ബാക്കിയുള്ളവരെ നമ്മുടെ കൂട്ടുവേലക്കാരെ സഹായിക്കുക, ബാക്കിയുള്ളവരെ താങ്ങായിട്ട് തണലാക്കി നിൽക്കുക, അത് നമ്മുടെ സഭയുടെ ഫസ്റ്റ് ಪರ್ಪಸ್ ആണ്. ಸಭೆಯಾಗಿ ನಾವು ಇರುವಂತಹ ಸಮಯದಲ್ಲಿ ಸಭೆಯಲ್ಲಿ ನಾವು ಆರಾಧನೆ ಮಾಡುವರಾಗಿರಬೇಕು, ಪ್ರಾರ್ಥನೆ ಮಾಡುವರಾಗಿರಬೇಕು, ಸಹ ವಿಶ್ವಾಸಿಗಳಿಗೆ ಸಹಾಯ ಮಾಡುವರಾಗಿರುತ್ತೇವೆ ಆಗಿರಬೇಕು. ಆ ರೀತಿಯಲ್ಲಿ ಅದು ಅಸ್ತಿವಾರವಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൂടുതലായിട്ട് പറയുന്നത് സഭയുടെ അകത്തെ യൂണിറ്റിയെ കുറിച്ചാണ്. ಪೌಲನು ಅಧಿಕವಾಗಿ ಹೇಳುವಂತಹ ವಿಷಯ ಸಭೆಯು ಐಕ್ಯವಾಗಿರಬೇಕೆಂಬುದಾಗಿ. ഒരു സഭയായിട്ടിരിക്കുമ്പോൾ ഇവിടെ ഐക്യത ഏറ്റവും അധികം അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. ಸಭೆಯು ಆಗಿರುವಂತಹ ಸಮಯದಲ್ಲಿ ಒಗ್ಗಟ್ಟಾಗಿರುವುದು ಬಹಳ ಅನಿವಾರ್ಯವಾಗಿರುವಂತಹ ಕಾರ್ಯವಾಗಿದೆ. കൈക്ക് അതിന്റെ തന്നേതായ പ്രവർത്തനം, കാലിന് അതിന്റെ തന്നേതായ പ്രവർത്തനം, അതിന്റെ ഇഷ്ടപ്രകാരം നടക്കുവാണെങ്കിൽ ശരീരത്തിന് ഒരിക്കലും അതിനെ കൺട്രോൾ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. ಕೈಗೆ ಬಂದಂಗೆ ಕೈ ಹಾಗೂ ಕಾಲಿಗೆ ತೋಚದ ಹಾಗೆ ಕಾಲು ಮಾಡುವುದಾದ್ರೆ ಅಲ್ಲಿ ಒಂದು ಒಗ್ಗಟ್ಟು ಇರುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. നമ്മുടെ ഓരോരോ അവയവങ്ങളും നമ്മുടെ തലച്ചോറിന് നിയന്ത്രണമായിട്ടിരിക്കുന്നു. ನಮ್ಮ ಪ್ರತಿಯೊಂದು ಅಂಗಗಳು ಕೂಡ ಆ ಒಂದು ಬ್ರೈನ್ ನ ಒಂದು ಕಂಟ್ರೋಲಿಂಗ್ ಅಲ್ಲಿ ಇರುತ್ತದೆ ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. അതുപോലെ നാം ദൈവസഭയായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവവേല, ദൈവവാക്ക്, ദൈവ യേശുക്രിസ്തുവിന്റെ വാക്ക്, ഈ പ്രകാരമുള്ള ഈ കാര്യങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കേണ്ടത് അനിവാര്യമാണ്. ಸಭೆಯಾಗಿ ನಾವು ಆಗಿರುವಂತಹ ಸಭೆಯ ಸಮಯದಲ್ಲಿ ಸಭೆಯ ತಲೆಯಾಗಿರುವಂತಹ ಯೇಸು ಕ್ರಿಸ್ತನ ಆಲೋಚನೆಯನ್ನ ನಾವು ಅದರಲ್ಲಿ ಒಳಪಟ್ಟು ನಾವು ಅದರ ಆಧಾರವಾಗಿ ನಡೆಯುವರಾಗಿರಬೇಕು. ನಮ್ಮ ಸಭೆಯಾಗಿರಿക്കുന്ന ആദ്യത്തെ പർപ്പസ് ನಮ್ಮ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ನಾವು ಸಭೆಯಾಗಿರುವಂತಹ ಸಮಯದಲ್ಲಿ ನಮ್ಮ ಮೊದಲನೇದಾಗಿರುವಂತಹ ಮಾಡಬೇಕಾದಂತಹ ವಿಷಯ ಕ್ರಿಸ್ತನಿಗೆ ನಾವು ಅಧೀನರಾಗಿರಬೇಕು. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ പ്രകാരം നമ്മൾ പോകുമ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവമായിട്ട് നിയമിക്കപ്പെട്ട ഒരു അധ്യക്ഷൻ നമുക്ക് സഭകളിൽ കാണും. ಪ್ರತಿಯೊಂದು ಸಭೆಗಳಲ್ಲಿ ಸಭೆ ಅಧ್ಯಕ್ಷನಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുക, മാനിക്കുക, അദ്ദേഹം പറയുന്നത് കേൾക്കുക, അത് നമ്മുടെ സഭയുടെ പ്രാഥമികമായിട്ടുള്ള പർപ്പസ് ആണ്, ഉത്തരവാദിത്തമാണ്. ಸಭೆಯ ಅಧ್ಯಕ್ಷನಾಗಿರುವಂತಹ ವ್ಯಕ್ತಿಗೆ ನಾವು ಗೌರವ ಕೊಡುವರಾಗಿರಬೇಕು, ಅವರ ಮಾತನ್ನ ನಾವು ಕೇಳುವರಾಗಿರಬೇಕು. പഴയ നിയമം നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, മോശയ്ക്ക് നേരെ പിറുപിറുത്ത് തന്റെ സഹോദരങ്ങൾക്ക് എന്താ അവിടെ സംഭവിച്ചതെന്ന്. ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ, ಮೋಶೆಗೆ ವಿರುದ್ಧವಾಗಿ ಗುಣಗುಟ್ಟಿದಂತಹ ತನ್ನ ಸಹೋದರಿಗೆ ಏನು ಸಂಭವಿಸಿತು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ഇങ്ങനെ ദേവദാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ മുതലായ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ಅನೇಕ ಉದಾಹರಣೆಗಳನ್ನ ಸತ್ಯವೇದ ಪುಸ್ತಕದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. നമ്മുടെ സഭയായിട്ടായിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയിട്ട് ആയിക്കോട്ടെ, നാം ദൈവസന്നിധിയിൽ
ഏറ്റവും കീഴ്പ്പെട്ട് താഴ്മ ഭവിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ്. ನಮ್ಮ ವೈಯಕ್ತಿಕ ಜೀವನ ಆಗಿರ್ಲಿ, ನಮ್ಮ ಸಭೆಯ ಜೀವನವಾಗಿರ್ಲಿ, ನಾವು ಬಹಳವಾಗಿ ನಮ್ಮನ್ನ ನಾವು ತಗ್ಗಿಸಿಕೊಡುವಂತಹ ಒಂದು ಅನುಭವ ನಮ್ಮಲ್ಲಿರಬೇಕು. അതാണ് നമ്മുടെ പ്രൈമറി പർപ്പസ്. ಅದು ನಮ್ಮ ಆ ಮೂಲ ಪರ್ಪಸ್ ಆಗಿ ನಮಗೆ ನಾವು ನೋಡುತ್ತೇವೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇപ്രകാരം നമ്മൾ കടന്നു പോകുമ്പോൾ, ഇപ്രകാരം നമ്മൾ നടക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുവാനും ദൈവം നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ അനുസരിച്ച് നമുക്ക് മുന്നേറാനും സാധിക്കും. ಈ ಪ್ರಕಾರವಾಗಿ ನಾವು ನೋಡುವಂತಹ ಸಮಯದಲ್ಲಿ ದೇವರ ಚಿತ್ತಕ್ಕನುಗುಣವಾಗಿ ನಮಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. നമുക്കറിയാം. പിന്നെ ഈ കൊലോസ്യരുടെ അധ്യായം നമ്മൾ താഴോട്ട് വായിച്ചൊരു 20-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടായി. 20ನೇ ವಾಕ್ಯದಲ್ಲಿ ಶಿಲುಬೆ ಮೇಲೆ ಸುರಿಸಿದ ರಕ್ತದಿಂದ ತಾನು ಸಮಾಧಾನವನ್ನು ಉಂಟು ಮಾಡಿ ಪರಲೋಕಗಳಲ್ಲಿರುವ ಸಮಸ್ತ ಆತನ ಮೂಲಕ ತನಗೆ ಸಂಧಾನ ಪಡಿಸಿಕೊಳ್ಳಬೇಕೆಂತಲೂ ನಿಷ್ಕರ್ಷೆ ಮಾಡಿದನೆಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. നാം അന്യോന്യം മറ്റുള്ളവർക്ക് ഒരു സമാധാന പ്രിയരായിരിക്കണം. ನಾವು ಪರಸ್ಪರ ಸಮಾಧಾನ ಪ್ರಿಯರಾಗಿರಬೇಕು. സഭയായിട്ട് നമ്മുടെ ഉള്ളിൽ ഇതിന്റെ അകത്തൊരു സമാധാനം, ബാക്കിയുള്ളവർക്ക് സൗമ്യത, ഒരു സമാധാനത്തിന്റെ അനുഭവം കടന്നു വരണം. ಸಭೆಯಾಗಿ ನಾವು ಆಗಿರುವಂತಹ ಸಮಯದಲ್ಲಿ ಪರಸ್ಪರ ಸಮಾಧಾನ ಪಡಿಸುವರಾಗಿರಬೇಕು. നാം ഒന്നും ചിന്തിക്കാം, നമ്മുടെ യേശുക്രിസ്തു ആ കാൽവരി ചൊരിഞ്ഞ രക്തം എന്തിനാൽ നമ്മളെ ശുദ്ധീകരിക്കാനും നമ്മുടെ ഒരു സമാധാനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ಕಾಲ್ವರಿ ಶಿಲುಬೆಯಲ್ಲಿ ನಮಗೋಸ್ಕರವಾಗಿ ಸುರಿಸಿದಂತಹ ರಕ್ತ ನಮ್ಮನ್ನು ಸಮಾಧಾನ ಪಡಿಸುವುದಕ್ಕೋಸ್ಕರವಾಗಿಯೇ, ನಮ್ಮನ್ನು ಶುದ್ಧಿ ಮಾಡುವುದಕ್ಕೋಸ್ಕರವಾಗಿಯೇ. എന്തൊക്കെ നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിനെല്ലാം നമ്മൾ മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ്. ಏನೆಲ್ಲ ಅಸಮಾಧಾನಗಳು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಇದೆಯೋ ಅದನ್ನೆಲ್ಲವನ್ನು ಕೂಡ ನಾವು ನೀಗಿಸಿಡುವರಾಗಿರಬೇಕು. ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവഴി വിട്ട് മാറി പോകുമ്പത്തേന് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു സമാധാനക്കേട് ഉണ്ടാകും. ದೇವರ ಚಿತ್ತಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಹೋಗುವಂತಹ ಸಮಯದಲ್ಲಿ ನಮ್ಮಲ್ಲಿ ಅಸಮಾಧಾನಗಳು ಉಂಟಾಗುತ್ತದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം തുടക്കത്തിൽ പറഞ്ഞ പോലെ നാം ഈ ദൈവത്തിന്റെ പർപ്പസിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവം പറയുന്ന വാക്കുകൾ അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ ദൈവം സഹായിക്കും. ದೇವರ ಪದ್ಧತಿ ನಮ್ಮಲ್ಲಿ ಬರುವಂತಹ ಸಮಯದಲ್ಲಿ ಆ ಸಮಾಧಾನದ ಗುಣಗಳು ನಮ್ಮಲ್ಲಿ ಬರುತ್ತದೆ. നമുക്ക് ബാക്കിയുള്ളവരെ കുറിച്ച് 1-2 വാക്യങ്ങൾ, 1-2 കാര്യങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ പറയാൻ വളരെ അധികം എളുപ്പമായിരിക്കും. പരസ്പര ಬೇರೆಯವರ ಬಗ್ಗೆ ದೂರು ಹೇಳುವುದು ಬಹಳ ಸುಲಭವಾದಂತಹ ವಿಷಯ. പക്ഷേ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് അവർക്കൊരു സമാധാനത്തിന്റെ വാക്കുകൾ പറയാൻ നമുക്ക് സാധിക്കുമോ? ಆದರೆ ಅವರಿಗೋಸ್ಕರವಾಗಿ ಒಂದು ಸಮಾಧಾನದ ಮಾತನ್ನ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವೋ? അവർക്കൊരു തണുപ്പ് പകരാൻ നമുക്ക് സാധിക്കുമോ? ಅವರಿಗೆ ಒಂದು ತಂಪಾದಂತಹ ಅವಸ್ಥೆಯನ್ನ ಕೊಡಲಿಕ್ಕೆ ಸಾಧ್ಯವೋ? നമ്മുടെ വേറൊരു പർപ്പസ് ആണ് സമാധാനം ബാക്കിയുള്ളവർക്ക്, ദൈവം തന്നിരിക്കുന്ന സമാധാനം ബാക്കിയുള്ളവർക്ക് പകരുക, അത് നമ്മുടെ സഭയുടെ ഉള്ളിൽ നിറയ്ക്കുക. ದೇವರು ನಮಗೆ ಕೊಟ್ಟುವಂತಹ ಸಮಾಧಾನವನ್ನ ನಾವು ಪರಸ್ಪರ ಅದು ಹಂಚುವರಾಗಿರಬೇಕು. അസമാധാനമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടത് അനിവാര്യമാണ്. ಅಸಮಾಧಾನದ ಯಾವುದಾದರೂ ವಿಷಯಗಳು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಇರುವುದಾದರೆ ನಾವು ಅದನ್ನು ತೆಗೆದಿಡುವರಾಗಿರಬೇಕು. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ബാക്കിയുള്ള ജീവിതങ്ങൾക്ക് ഒരു തണുപ്പായിട്ടിരിക്കാൻ സഹായിക്കും. ಅನೇಕ ಜೀವನಗಳಿಗೆ ನಾವು ತಂಪಾಗಿರಬೇಕು. ഒരു കുളിർമയുടെ അവസ്ഥ, ഒരു സമാധാനത്തിന്റെ അവസ്ഥ പകരുന്ന ഒരു അനുഭവം. ಅನೇಕರಿಗೆ ತಂಪಾದಂತಹ ಅವಸ್ಥೆಯನ್ನ ಹಂಚುವಂತಹ ಒಂದು ಅವಸ್ಥೆ ನಮ್ಮಲ್ಲಿರಬೇಕು. കാരണം നമ്മുടെ പിതാവായ യേശുക്രിസ്തു നമുക്ക് തന്നിട്ട് പോയിരിക്കുന്ന ഒരു പ്രധാനമായിട്ടൊരു ഘടകമാണ് സമാധാനം. ಯಾಕೆಂದರೆ ತಂದೆಯಾದ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿರುವಂತದ್ದು ಆ ದೈವಿಕವಾದಂತಹ ಸಮಾಧಾನವಾಗಿದೆ. സമാധാനം നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു എന്ന് വചനം പറയുന്നു. ನಾನು ನಿಮಗೆ ಸಮಾಧಾನವನ್ನ ಬಿಟ್ಟು ಹೋಗುತ್ತಾ ಇದ್ದೇನೆ. അല്ലെങ്കിൽ ഈ സമാധാനത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഓരോ ദിവസവും പ്രവർത്തിച്ച് ദൈവത്തിന്റെ വചനങ്ങൾ, വാക്കുകൾ കേൾപ്പെട്ട് അതിൽ കീഴ്പ്പെട്ട് ഓരോ ദിവസവും നടന്ന് നമുക്ക് സഞ്ചരിക്കാം. ಆ ದೇವರ ವಾಕ್ಯವನ್ನ ಕೇಳಿ ನಾವು ಅದಕ್ಕೆ ವಿಧೇಯರಾಗಿ ನಾವು ಆ ಪ್ರಕಾರವಾಗಿ ನಾವು ನಡೆಯೋಣ. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ എപ്രകാരമൊക്കെ ആയിരുന്നാലും നാം നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്ത് നോക്കി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പർപ്പസിന്റെ ഉള്ളിലാണോ അതോ വെളിയിലാണോ നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയണം. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ನಾವು ಚಿಂತಿಸುವರಾಗಿರಬೇಕು. ದೇವರ ಪದ್ಧತಿಯ ಒಳಗಡೆ ದೇವ ಅಥವಾ ಹೊರಗಡೆ ದೇವ ಎಂಬುದಾಗಿ. ഈ ദൈവം വെച്ചേച്ചു പോകുന്ന ഈ പർപ്പസിന്റെ അകത്തേക്ക് കിടക്കുമ്പോൾ ദൈവം സ്വാഭാവികമായിട്ട് ദൈവം തന്നിരിക്കുന്ന ആ സമാധാനം നമ്മളിലൂടെ ഒഴുകാൻ തുടങ്ങും. ಆ ದೇವರ ಪದ್ಧತಿಯ ಒಳಗಡೆ ನಾವು ಇರುವುದಾದರೆ ಆ ದೈವಿಕವಾದಂತಹ ಸಮಾಧಾನ ನಮ್ಮಲ್ಲಿ ಹುಕ್ಕಿ ಬರುತ್ತದೆ. അല്ലെ പ്രിയ ദൈവമക്കളെ, ഈ സമാധാനം
സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ, ഏതെങ്കിലും ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തി നമുക്ക് ഏറ്റു പറഞ്ഞ ദൈവത്തോട് നിരപ പ്രാപിക്കാം. ನಾವು ನಮಗೆ ಸಮಾಧಾನವಿಲ್ಲದೆ ಇರುವಂತಹ ಯಾವುದಾದ್ರೂ ವಿಷಯ ಇರುವುದಾದ್ರೆ ನಾವು ದೇವರ ಹತ್ರ ಕ್ಷಮೆ ಕೇಳಿ ನಾವು ಅದರಿಂದ ಹೊರಗಡೆ ಬರೋಣ. അടിയൻ്റെ ഒരു അടിയൻ ഹോസ്റ്റലിലൊക്കെ ആയിരിക്കുമ്പോഴത്തേന് ഒന്ന് എന്തെങ്കിലും മുഖം കറുപ്പിച്ച് ആരെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ പിന്നെ ഒരു സമാധാനക്കേടാണ് ഉള്ളിൽ. ಕಾಲೇಜಲ್ಲಿ ಯಾರಿಗಾದ್ರೂ ಒಂದು ಕೋಪದಿಂದ ಮಾತನಾಡಿದ ಮೇಲೆ ನನಗೆ ಬಹಳ ಅಸಮಾಧಾನವಾಗಿರುತ್ತದೆ. ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴത്തേന് ഈ ഒരു അനുഭവം ഉള്ളിലേക്ക് കടന്നു വരും. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆಗೆ ಕುಳಿತುಕೊಳ್ಳುವಂತಹ ಸಮಯದಲ್ಲಿ ಈ ಒಂದು ಅನುಭವ ನನ್ನಲ್ಲಿ ಬರುತ್ತದೆ. എൻ്റെ പ്രിയ ദൈവമക്കളെ, എപ്പം അടിയങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എന്നേറ്റ് ഏത് വ്യക്തിയാണ് ആ വ്യക്തിയോട് പോയി പൂർണ്ണമായിട്ട് ക്ഷമ പറയുക എന്നാണ് ആദ്യത്തെ ഞങ്ങളുടെ കടമ. ಆ ಸಮಯದಲ್ಲಿ ಏನಾಗುತ್ತದೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಕೂಡಲೇ ಹೋಗಿ ಅವರಿಗೆ ಕ್ಷಮಾಪಣೆಯನ್ನು ನಾನು ಕೇಳುತ್ತೇನೆ. അതുപോലെ ദൈവമക്കളെ, ദൈവം നമ്മുടെ ഉള്ളിൽ ഇപ്രകാരം ആരോടും ക്ഷമിക്കണം, ആരോടും സോറി പറയണം, അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കണമെന്ന് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അന്യോന്യം സമാധാനത്തിന്റെ വാക്കുകൾ നിറച്ച് ക്ഷമ ചോദിക്കാം. ಯಾರಿಗೆಲ್ಲ ನಾವು ಕ್ಷಮೆ ಕೇಳಬೇಕಾಗಿದೆಯೋ ಅವರಿಗೆಲ್ಲ ನಾವು ಕ್ಷಮಿಸುವರಾಗಿರೋಣ. ഈ ഒരു രീതിയിലല്ല ഞാൻ എൻ്റെ പ്രസംഗം തയ്യാറാക്കി വന്നത്. ಈ ರೀತಿಯಾಗಿ ಎಲ್ಲ ನಾನು ಪ್ರಸಂಗವನ್ನು ತಯಾರಾಗಿ ಬಂದದ್ದು. എനിക്കറിയില്ല ഇത് ഏതൊക്കെ മേഖലയിലേക്ക് പോയാലും അത് ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ಇದು ಯಾವ ಕಡೆಯಲ್ಲಿ ಸಂಚರಿಸಿದೆ ಎಂಬುದಾಗಿ ನನಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತಿಲ್ಲ. ദൈവം ഓരോ ഹൃദയങ്ങളിൽ ഇടപെട്ടു എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. ಆದರೆ ದೇವರ ಆತ್ಮನು ನಮ್ಮಲ್ಲಿ ಒಂದು ಮಾತನಾಡಿದರೆ ಎಂಬುದಾಗಿ ನಾನು ನೆನೆಸ್ತೇನೆ. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പർപ്പസിന്റെ ഉള്ളിലേക്ക് കടക്കാം. ಆ ದೇವರ ಪದ್ಧತಿಯ ಒಳಗಡೆ ನಾವು ಆಗಿರೋಣ. ദൈവം ഏൽപ്പിച്ച ദൈവത്തിന്റെ വേലയ്ക്ക് വിശ്വസ്തരായിട്ട് കീഴ്പ്പെട്ടിരിക്കുക. ದೇವರು ಕೊಟ್ಟಿರುವಂತಹ ಸಭೆಯಲ್ಲಿ ആ ಒಂದು ಕೆಲಸಕ್ಕೆ ನಾವು ಜವಾಬ್ದಾರಿ ಉಳ್ಳವರಾಗಿ ನಾವು ಅಧೀನರಾಗಿರೋಣ. ഹല്ലേലൂയ. ദൈവമക്കൾ, അതേ തുടർന്ന് ദൈവമക്കൾ അടിയന്റെ ഈ കുഞ്ഞ് മെസ്സേജ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ അവസരം അടിയൻ ഒരുക്കി തന്ന ഇവിടുത്തെ പാസങ്ങളിലും പ്രിയ അടിയന്റെ എൻ്റെ സഹോദരനെ പോലെ ഇരിക്കുന്ന ജെഫിൻ ബ്രോയ്ക്കും അതുപോലെ അടിയനെ ശ്രമിച്ചിരുന്ന ഓരോ ദൈവമക്കൾക്കും ആദ്യമേ നന്ദി പറയുന്നു. ಈ ಒಂದು ಚಿಕ್ಕ ಸಂದೇಶವನ್ನು ಹೇಳಲಿಕ್ಕೆ ಸಮಯವನ್ನು ಕೊಟ್ಟಂತಹ ಸಭಾ ಕುಟುಂಬ ಹಾಗೂ ಎಲ್ಲರಿಗೂ ಕೂಡ ನನ್ನ ವಂದನೆಯನ್ನು ತಿಳಿಸುತ್ತಾ ನನ್ನ ಮಾತುಗಳನ್ನು ಮುಕ್ತಾಯಗೊಳಿಸ್ತಾ ಇದ್ದೇನೆ. തുടർന്ന് ദൈവമക്കൾ ഓരോരുത്തരും അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് അടിയൻ വിശ്വസിക്കുന്നു. അടിയനെയും അടിയന്റെ കുടുംബത്തെയും അതുപോലെ തന്നെ അടിയന്റെ വിദ്യാഭ്യാസത്തെയും ദൈവമക്കൾ ഓർത്തു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ನೀವೆಲ್ಲರೂ ಕೂಡ ನನಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ ನಾನು ಕೇಳಿಕೊಳ್ಳುತ್ತಾ ನಾನು ಮುಕ್ತಾಯಗೊಳಿಸ್ತಾ ಇದ್ದೇನೆ. അതുപോലെ ഈ ദൈവസഭ അനേകർക്ക് ഒരു തണുപ്പായിട്ട് ഒരു സമാധാനമായിട്ട് ഇരിക്കാനും അടിയൻ പ്രാർത്ഥിക്കുന്നു. ಈ ಒಂದು ಸಭೆಯು ಅನೇಕರಿಗೆ ಸಮಾಧಾನವಾಗಿ ತಂಪಾಗಿರಬೇಕೆಂಬುದಾಗಿ ನಾನು ಕೂಡ ಕೋರುತ್ತೇನೆ. ഈ വരും ദിവസങ്ങളിൽ ഈ സഭയ്ക്ക് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലേക്ക് ദൈവം നയിക്കുമാറാകട്ടെ. ಈ ಸಭೆಗೆ ಒಂದು ಉದ್ದೇಶ ಉಂಟು. ಆ ಉದ್ದೇಶ ಪ್ರಕಾರವಾಗಿ ದೇವರ ಆತ್ಮನು ನಮ್ಮನ್ನು ಕೊಂಡೊಯ್ಯಲಿ. ദൈവം ഇതിന്റെ 4 ചുവരിലെയും അധികമായിട്ട് വിസ്തരിക്കട്ടെ. ದೇವರ ಆ ಒಂದು 4 ದಿಕ್ಕುಗಳಲ್ಲಿಯೂ ಈ ಒಂದು ಸಭೆಯು ವ್ಯಾಪರಿಸಲಿ. നമ്മ അനേക ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നിലമംഗലയുടെ പ്രദേശങ്ങൾ അനേക ആത്മാക്കൾ ഈ സഭയിലേക്ക് കടന്നു വരുമാറാകട്ടെ. ಅನೇಕ ಆತ್ಮಗಳಿಗೋಸ್ಕರವಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಅನೇಕರು ಈ ಸಭೆಗೆ ಬರಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് അടിയനിരിക്കാൻ ആഗ്രഹിക്കുന്നു. ಒಂದು ಮಾತಿನಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ನಾನು ಕುಳಿತುಕೊಳ್ಳುತ್ತೇನೆ. ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യവാനും നീതിവാനുമായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലപ്പാ, ദൈവമേ ഞങ്ങളുടെ വചനം പറയുവാനും ദൈവമേ ഹല്ലേലൂയ തണുപ്പായിട്ട് ദൈവമേ ഞങ്ങൾ അന്യോന്യം ഇരിപ്പാനും സ്വോത്രം ചെയ്യുന്നപ്പാ, ദൈവമേ ഞങ്ങളുടെ പർപ്പസിന്റെ ഉള്ളിലേക്ക് കടക്കുവാൻ ദൈവമേ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പർപ്പസ് എന്ന് വ്യക്തമാക്കുവാൻ ദൈവയാക്കി കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ, അവിടുത്തെ കൃപയുടെ മറവിൽ നിറക്കി മാറണമേ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ ഹിതം എന്തോ അത് ഈ സഭയ്ക്കുള്ളിൽ ഈ ജീവിതങ്ങളുടെ മേലിടെ പെരുമാറണമേ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ എന്തൊക്കെ സമാധാന കേടുവരുത്തുന്ന അനുഭവങ്ങൾ സഭയുടെ ഉള്ളിലുണ്ടോ ദൈവമേ അത് യേശുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ പറയുന്നപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറിപ്പോകുമ്പോൾ ഇടയാക്കി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോ വിശ്വാസികളുടെ ഉള്ളിൽ ദൈവമേ ഒരു തണുപ്പിന്റെ അനുഭവം കൊടുക്കുവാൻ ഇടയാക്കി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ അങ്ങനെ സന്നിധി അന്യോന്യം ഒരു യൂണിറ്റിയോടെ ദൈവം ഇവിടെ കടന്നു വരുവാൻ ഇടയാക്കി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളെ അവരുടെ കുടുംബങ്ങളെ ഓർത്തു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ പ്രദേശത്ത് ഈ ദേശത്ത് ദൈവം ഈ സഭ ഒരു തണുപ്പായിട്ടിരിക്കാൻ ഒരു സമാധാനമായിരിക്കാൻ ഇടയാക്കി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ സഭ ദൈവം അതിന്റെ പർപ്പസിന്റെ ഉള്ളിലേക്ക് കടക്കുവാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഈ ദാസനെ ഉപയോഗിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ.